ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേമികളും ഇന്നത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരുന്നു ഇന്ന് രാത്രി നമ്മുടെ ഏഷ്യാനെറ്റ് പുതിയ പ്രൊമോയും കൊണ്ട് വരും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ചയായി ഫസ്റ്റ് പ്രൊമോ കഴിഞ്ഞതിന് ശേഷം. എന്നാൽ ഈ ഒരു പ്രൊമോ എനിക്ക് സത്യത്തിൽ എന്തോ ഇത്തിരി ഡ്രാമ ആയിട്ട് തോന്നി. മേ ബി അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണോ എന്നറിയത്തില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ഭംഗിയൊന്നും ഈ ഒരു പ്രൊമോയ്ക്ക് കണ്ടില്ല. തുടക്കമേ പറയാലോ, ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണമുണ്ട്. നമുക്ക് എല്ലാവർക്കും കോമണർ എന്നൊരു ടാഗിൽ അനീഷിനെ ഭയങ്കരമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അനീഷാണ് ആ ഒരു കോമണർ എന്ന് പറഞ്ഞ ലെവലിൽ ഇത്രയും റീച്ച് എത്തിയത്, അതൊക്കെ ഓക്കെയാണ്. പിന്നെ അനീഷിന്റെ ഒരു ടോക്കും ആ ടോക്കിംഗ് സ്റ്റൈലും എല്ലാം കുറച്ചധികം അച്ചടി ഭാഷയാണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അനീഷ്, ഗോപിക, നന്ദന, റസ്മിൻ ഭായ് ഇവരെല്ലാവരും ഒന്നിച്ചുള്ള ഒരു പ്രൊമോയാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഈ പ്രൊമോയിൽ ഇവരുടെ ടോക്ക് എന്ന് പറയുന്നത് കുറച്ചധികം ഈ പറഞ്ഞ കോമണറിനെ എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് ഞാൻ കോമണർ ആയതുകൊണ്ട് അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞിങ്ങനെ എടുത്തെടുത്ത് പറയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇവര് 4 പേരും ഇവരെന്തോ ഇപ്പം അനീഷിന്റെ കാര്യത്തിൽ ഓക്കെ സമ്മതിക്കാം. പിന്നെ റസ്മിൻ ഭായിയും ഒരുവിധം എല്ലാവർക്കും ഒരു നല്ലൊരു ഇതുണ്ട്. പക്ഷേ എന്തോ സംഭവമായി എന്ന രീതിയിലേക്ക് ഇവരിങ്ങനെ ഒരുപാട് ഇങ്ങനെ കുത്തി പറയുമ്പോൾ ട്രോളിനുള്ളൊരു വകയുണ്ട് എന്നെനിക്കൊരു തോന്നൽ വന്നു. എൻ്റെ പേഴ്സണൽ ഒരു തോട്ടാണത്. ഓക്കെ, എന്തായാലും ശരി, നമ്മൾ കാത്തിരുന്നിട്ട് അവസാനം നമുക്കൊരു പ്രൊമോ കൊണ്ട് തന്നു. പക്ഷെ തമിഴിൽ എനിക്ക് ഈ ഒരു ഡിസപ്പോയിൻമെന്റിന്റെ ഒരു റീസൺ, തമിഴിൽ ഈ ഒരു പ്രൊമോ വന്നപ്പോൾ നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തു. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒരു ടോക്കിംഗ് ആയി പോയി എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. ഇനി അടുത്ത എന്താന്ന് വെച്ചാൽ, ഇവർ 4 പേരും കോമണർ ആയിരുന്നു. പക്ഷേ ഒട്ടുമിക്ക മലയാളികൾക്കും അനീഷ് മാത്രമാണ് കോമണറായിട്ട് ഇത്രയധികം റീച്ച് എത്തിയതെന്നുള്ളൊരു കാര്യമുണ്ട്. ബാക്കി ഈ പറഞ്ഞ ഗോപിക, നന്ദന, റസ്മിൻ ഭായ് ഇവരൊക്കെ എന്ന് പറയുന്നത് ആ ഒരു സീസൺ വരെ, അതായത് ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുന്നതും വരെയും എല്ലാവരും പറഞ്ഞത് ഇതെന്താ കോമണറായിട്ട് സ്ത്രീകളെ മാത്രമേ എടുക്കത്തുള്ളൂ എന്നുള്ള ആ ഒരു പരാതി തീർത്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ അനീഷിനെ കോമണറായിട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അടിപൊളിയായിട്ട് തന്നെ ആ ഒരു കോമണർ എന്നുള്ള രീതിയിൽ ആ ഒരു വില കളഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഒന്നല്ല അത് അനീഷ് കാരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തെലുങ്ക് വെച്ച് നോക്കുവാണെങ്കിൽ തെലുങ്കിൽ ബിഗ് ബോസിൽ ഇത്തരത്തിലൊരു അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞിട്ട് കോമണർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അനീഷ് പറഞ്ഞതുകൊണ്ടാണ് എന്ന് നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതുകൊണ്ടാണെന്ന് പറയാനോ പറ്റില്ല. എന്തായാലും ശരി, ഈ സീസണിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള അഗ്നി പരീക്ഷ നടത്തുമ്പോൾ ഇതിൽ ഒരുപാട് സീക്രട്ടുകളുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കാര്യങ്ങളും പുറത്തു വിടുന്നില്ല. പകരം ഈ ഒരു സീസൺ ബിഗ് ബോസ് സീസൺ 8 ഈ പറയുന്ന കോമണർക്ക് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് മാത്രമേ ഇതിലൂടെ പറയുന്നുള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളിൽ ഒരുപാട് പേര് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 8 പോകാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ പ്രീവിയസ്ലി ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ 50 MB വരെ വരുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. എന്താണ് ആ വീഡിയോയിൽ എന്നുള്ളത് ലാലേട്ടൻ തന്നെ വന്ന് പറയുന്നുണ്ട്. വേറൊന്നുമല്ല, ആരാണ് നിങ്ങളുടെ യഥാർത്ഥ നിലപാട് എന്താണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ നിങ്ങൾ എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഏതായാലും ശരി, ബിഗ് ബോസ് ഷോയുടെ സ്വഭാവം മനസ്സിലാക്കി തന്നെ നിങ്ങൾ വീഡിയോ എടുക്കുക. കാരണം നമ്മൾ ആരും ഭയങ്കര യഥാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത്ര അധികം എല്ലാ തരത്തിലും എല്ലാ മേഖലയിലുമൊക്കെ നമുക്ക് ഇടിച്ചു കയറി ചെല്ലാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉള്ളവരുണ്ടായിരിക്കും. പക്ഷെ എല്ലാ ആൾക്കാരുടെയും എല്ലാ മനുഷ്യരുടെയും എല്ലാ സാധാരണക്കാരുടെയും സ്വഭാവം അങ്ങനെ ആകണം എന്നില്ല. സോ നിങ്ങൾ ഭയങ്കരമായിട്ടും ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നതിനോട് പാഷനേറ്റ് ആണ് എങ്കിൽ, ഇപ്പോൾ ബിഗ് ബോസിൽ അനീഷ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇൻട്രോവേർട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അന്തർമുഖനായിട്ട് ഇത്തിരി ഒതുങ്ങി നടക്കുന്ന, അല്ലെങ്കിൽ ആളുടെ ഒരു സർക്കിളിൽ മാത്രം സംസാരിക്കുന്ന ആളാണ്. പറയാറുണ്ടായിരുന്നു ബിഗ് ബോസിൽ അനീഷ് വന്നിട്ട് പറയുമായിരുന്നു ഞാൻ അധികം അങ്ങനെ ആരെ അടുപ്പിക്കാറില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ 7 അനീഷിന് ഒരു അവസരം കിട്ടിയെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിന് കാരണം ഈ പറയുന്ന തരത്തിൽ നമ്മളായിട്ടെന്നുള്ള രീതിയിൽ നമ്മുടെ കുറച്ച് ഈ പറഞ്ഞ നെഗറ്റീവിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയിൽ നിൽക്കുന്ന കുറച്ച് സ്വഭാവങ്ങളൊക്കെ അങ്ങോട്ട് കാണിക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ നിങ്ങൾ നല്ല ഷാർപ്പായിട്ട് നല്ല നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം ഒരുപാട് പേര് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അത് വെട്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും പോയി മൈജിയുടെ ഷോറൂമിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്ത് കൊടുക്കാനായിരുന്നു അവസരം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഈ പറയുന്ന നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷനിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അവസരം കിട്ടും. ആ കോമ്പറ്റീഷനിൽ വിജയിക്കണം. അതൊരു അഗ്നി പരീക്ഷയാണ്.
അപ്പോൾ ഏതായാലും ശരി കാത്തിരുന്ന് നമുക്ക് ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു ഷാർപ്പ് ഒരു 10 ഡേയ്സിനകത്ത് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് സ്റ്റാർട്ടിങ്ങോട് കൂടി തന്നെ കഴിഞ്ഞ വട്ടം നടന്നതുപോലെ തന്നെ ഇപ്രാവശ്യവും ബിഗ് ബോസ് സീസൺ 8 നടക്കാനുള്ള എല്ലാ സാധ്യതകളും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 15 ദിവസമാണ് അഗ്നി പരീക്ഷയ്ക്കുള്ള സമയം. ആ അഗ്നി പരീക്ഷയുടെ 15 ദിവസം ഇതിനകത്ത് ആഡ് ചെയ്ത് വരുമ്പോൾ ഈ മാസം ലാസ്റ്റോട് കൂടി തന്നെ നിങ്ങൾക്ക് അഗ്നി പരീക്ഷയുടെ എപ്പിസോഡ്സ് കാണാൻ തുടങ്ങാം. അത് ഒന്നുകിൽ ഏഷ്യാനെറ്റിൽ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ മാത്രമായിട്ടായിരിക്കും. പിന്നെ അതിൻ്റെ കുറച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഏതാണ് ശരി, ഈ ഒരു പ്രൊമോ നിങ്ങൾക്ക് കണ്ടിട്ട്, ഈ പ്രൊമോയിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടിയ ഈ ഒരു പ്രൊമോയിൽ 4 വ്യക്തികളാണ് വന്നിരിക്കുന്നത്. റസ്മിൻ ഭായി തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിന്റെ പ്രൊമോയും പറയാൻ വന്നത്. പക്ഷേ ബാക്കി ഈ പറഞ്ഞ കോമണർ എന്നുള്ള നിലയിൽ കോമണറിനെ കൊണ്ടുവന്ന ഈ ഒരു പ്രൊമോ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജെനുവിനായിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. അതുപോലെ തന്നെ ബി ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കൂടെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.